CPM നേതാവിന്റെ ഭീഷണി പ്രസംഗത്തെ തുടർന്ന് അടച്ചിട്ട പത്തനംതിട്ട കോന്നി അടവി കുട്ടവഞ്ചി കേന്ദ്രം തുറന്നു. വനംവകുപ്പ് ജീവനക്കാരുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് തീരുമാനം. അതിനിടെ CPIM തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് മുൻപും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയിരുന്നുവെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഈ പ്രസംഗത്തിന് ശേഷമാണ് തങ്ങൾക്ക് ഭയമുണ്ടെന്നും കുട്ടവഞ്ചി സവാരി കേന്ദ്രത്തിൽ തൽക്കാലം ജോലി ചെയ്യാനാകില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ സംഘടന മേലധികാരികളെ അറിയിച്ചത്. ഇതോടെ ഇന്നലെ വൈകിട്ട് അടവി കൊട്ടവഞ്ചി സവാരി കേന്ദ്രം അടച്ചിടാൻ സെക്രട്ടറി തീരുമാനിക്കുകയായിരുന്നു. രാവിലെ ഉദ്യോഗസ്ഥരുടെ സംഘടനയുമായി നടത്തിയ ചർച്ചയിൽ ആവശ്യമെങ്കിൽ പോലീസ് സംരക്ഷണമടക്കം നൽകാമെന്ന് ഉറപ്പു തന്നതോടെ കുട്ടവഞ്ചി സവാരി കേന്ദ്രം തുറക്കാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. അതിനിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈവെട്ടുമെന്ന് ഭീഷണി പ്രസംഗം നടത്തിയ CPIM തണ്ണിത്തോട് ലോക്കൽ സെക്രട്ടറി പ്രവീൺ പ്രസാദ് മുൻപും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. എന്നാൽ ദൃശ്യങ്ങൾ പൂർണ്ണമായി തള്ളിക്കളയുകയാണ് CPIM തണ്ണിത്തോട് ലോക്കൽ കമ്മിറ്റി. വനഭൂമിയിൽ മാലിന്യങ്ങൾ കൊണ്ടുവന്നിരുന്നത് തടയാത്തതിനെ ചോദ്യം ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തതെന്നും ദൃശ്യങ്ങൾ പഴയതാണെന്നുമാണ് CPIM നേതാക്കളുടെ വിശദീകരണം. 24 പത്തനംതിട്ട.